പട്ടി പിടയ്ക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഗതികേട് വന്നു. അപ്പോഴേ എൻ്റെ മോള് പറഞ്ഞു, അമ്മ നമുക്ക് അകത്തിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അങ്ങ് അകത്തിരിക്കാമായിരുന്നു. ഈ ഒരു ജീവൻ പോണത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഗതികേടായല്ലേ. തെരുവ് പട്ടിയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഒരു ജീവിയനെ ഈ സ്ഥാനത്ത് ഒരു മനുഷ്യരാണ് വീണ, അത് നോക്കിക്കൊണ്ട് നമ്മൾ നിൽക്കണ്ടേ? ആ പടി ഇളക്കാൻ ഞാൻ അമ്മ കണ്ടില്ല, എങ്കിൽ ഞാൻ ഇളക്കാൻ സമ്മതിക്കില്ല. ഈ ഇളക്കി വാരി ഇട്ടിട്ട് അവനൊക്കെ പോയാണ്ട. ആ മീനൊക്കെ കാണുമ്പോൾ കൊച്ചുങ്ങൾ നോക്കാം, ആ കൊച്ചുങ്ങൾ ഏതെങ്കിലും ഒരാൾ തെറിച്ച് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ 4-ാം വാർഡിലാണ്. അതായത് ഒരു 5.5 മാസം മുമ്പ് വരെ ഇതൊക്കെ 5-ാം വാർഡിൻ്റെ പ്രദേശങ്ങളായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചിലവാക്കിയ ഒരു നവീകരിച്ച കുളത്തിന് അരികിലാണ്. ഈ കുളത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് BVUPs എന്ന് പറയുന്ന സ്കൂള്. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ കുറച്ച് ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറത്തേക്കാണ് മെയിൻ റോഡ്. അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഒരു നായ ചത്ത് കിടന്നു. അതിനവിടുത്തെ നാട്ടുകാരൊരു വള്ളിയോ കയറോ തൊട്ടിയോ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് പോലും അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. നാട്ടുകാർ തന്നെ പറയുന്നു അത് മരിക്കുന്നത് അവർ നോക്കി നിൽക്കേണ്ടതായിട്ട് വന്നു. ഒരു നായ വീണെടുത്താണിത്. മറിച്ചൊരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിലോ, നീന്താൻ അറിയാവുന്ന ആരെങ്കിലും ആ സമയത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നീന്താൻ അറിയാവുന്നത് പോട്ടെ, എങ്ങനെ ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നുള്ളത്. അതായത് ഈ കുളം പഴയ സ്ഥിതിയിലായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കൈവരിയും പടിക്കെട്ടുകളും മുഴുവൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ബേസ് ബോർഡ് പോലൊരു സ്ക്വയർ ആകൃതിയിൽ ഈ കുളം നവീകരിച്ച് വെച്ചിരിക്കുന്നത്. നവീകരിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ നേരിട്ട് കാണേണ്ട സംഭവം. പടിക്കെട്ടില്ല. അതിനേക്കാളും ഏറെ ഭയാനകമായിട്ടുള്ള കാര്യം, തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു UP സ്കൂളാണ്. ഈ വഴിയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. കുട്ടികൾ കടന്നു പോകുന്ന വഴി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ബേസിക് ആയിട്ടുള്ളൊരു കൈവരി വെക്കാൻ പോലും തയ്യാറാവാണ്ട് പിന്നെ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത്? ചോദിക്കേണ്ട കാര്യമല്ലേ. ബേസിക് ആയിട്ടൊരു കൈവരി പോലും പണിഞ്ഞിട്ടില്ല. കുട്ടികൾ കടന്നു പോകുന്ന ഈ വഴി സ്ലാബ് നിങ്ങൾ നോക്കണം, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണ്. ഈ കുളത്തിനോട് തൊട്ട് ചേർന്ന് അടുത്തുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ ഈ കുളത്തിൽ നിന്ന് പടവൂഴി ഇറങ്ങി വെള്ളം കൊണ്ടുപോയി കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. തൊട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ കൈയും കാലും ഒക്കെ കഴുകാനായിട്ട് ഈ കുളത്തിനെ ആശ്രയിച്ചിരുന്നു. എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ടാണ് ഒരു നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് എന്ത് തരം വികസനമാണ് നിങ്ങൾ നടത്തിയത്? പറയുക, ഉത്തരം പറയുക.